അതെ. ഹലോ, മാലിന്യാണ് സാർ. ആ, അജിക്ക് ഒരു ഫോൺ കോൾ ഉണ്ട് സാർ. കൊടുക്കട്ടെ സാർ? എന്റെ ലൈൻ കട്ട് ചെയ്യില്ല. ലെറ്റ് മീ ഹിയർ. ഹലോ, ഫോൺ. ആരാ? ഞാൻ കുമാരൻകുട്ടിയാ. ഒന്നുമില്ല, അജിയല്ലേ. ഒന്ന് അത്യാവശ്യം വീട്ടിലേക്ക് വരാൻ കൊച്ചമ്മ പറഞ്ഞു. എന്താ കാര്യം? കോൾ അടിച്ചല്ലോ. ആ, ബാലകുഞ്ഞിനെ പെണ്ണിനെ പിടിച്ചു. വലിയ കൊലടിക്കും. ആരേ ബാലൻ? അല്ല, ബാലൻകുഞ്ഞിനെ അറിയില്ലേ? നല്ല കൊച്ചമ്മയുടെ അനിയൻ. ഓടി കിടക്കണ സ്വത്ത്. ശരി. അജി വന്നത് നന്നായി. ഞാൻ സ്റ്റേഷനിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. എന്നെ എന്തിനാ വിളിപ്പിച്ചേ? ഇരിക്കൂ. കഴിഞ്ഞ ആഴ്ച ബാലൻ വന്നപ്പോ പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു. അവളെ ബാലന് ഇഷ്ടപ്പെട്ടു. ഡാഡിയോട് ചോദിച്ചപ്പോ ഡാഡി എതിരൊന്നും പറഞ്ഞില്ല. എന്താ അജിയുടെ അഭിപ്രായം? ഇങ്ങനൊരു ആലോചന ഞാനത് അർഹിക്കുന്നു. എന്റെ അനിയൻ ഒരു പെണ്ണിനെയും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. ഇതെന്തോ പ്രിയയുടെ യോഗമാ. ഹായ്. ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഒരു വിവാഹം, നമുക്കൊരു കുടുംബം, അതൊക്കെ എന്റെ ആഗ്രഹങ്ങളായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ നീ എന്നെ വിഡ്ഢിയാകുകയായിരുന്നു. അത് ഞാൻ സമ്മതിക്കില്ല. എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മറ്റൊരാൾക്ക് വേണ്ടി നീ തഴച്ചു വളരുന്ന നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല. ബാലൻ, നിന്റെ ഒരു ബാലൻ. നീ അവനെ സ്വന്തമാകുന്നതിന് മുമ്പ് ഈ ശരീരം എനിക്ക് വേണം. പ്രിയേ, 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 പ്രകാശ് സാർ വന്നിരിക്കാം. പ്രിയേ,
എന്താ അജി ഇത്? എന്റെ പെങ്ങളെ കൊന്നവനെ ഞാൻ കൊന്നു. അതെ, പോലീസ് സ്റ്റേഷൻ. കൊലപാതകമോ? എപ്പോ? ആരാണെന്ന് വല്ല സംശയമുണ്ടോ? ഞാനാണ്. ഞാനവനെ കൊന്നു. ഗോകുലേഷനല്ലേ? അജിയെ ലോക്കപ്പ് ചെയ്തേക്കും. സംഭവം നടക്കുമ്പോ നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ മുമ്പിലിട്ടാണ് കൊച്ചുമുതലാളിയെ കുത്തിക്കൊന്നത്. ഓന്റെ പെങ്ങളെ കൊന്നതിനാണ് ഓൻ കൊന്നത്. നിങ്ങളിവിടെ കണ്ടതെല്ലാം കോടതിയിൽ തുറന്നു പറയണം. പറയില്ലേ? നമ്മൾ എവിടെ വേണമെന്നും പറയാം. നമുക്ക് ഈ ദുനിയാവിൽ പടച്ചവനെ മാത്രമേ പേടിയുള്ളൂ. ഓള് നമ്മുടെയും പെങ്ങളായിരുന്നു. ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിക്കും. പോയി ജോലി ചെയ്തോളൂ. നടക്കാൻ പാടില്ലാത്തത് നടന്നു. ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. സാരമില്ല, എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ മകനെയാണ്. വിഷമിക്കാതിരിക്കൂ. പ്രകാശിനെ കൊന്നവനെ കോടതി ശിക്ഷിക്കും. പോലീസ് എഫ്ഐആർ അവന് അനുകൂലമായി വന്നാൽ സംഗതി മറിച്ചാവും. അതിന് വഴിയുണ്ട്. ആരെങ്കിലും നമുക്കെതിരായി കോടതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിലെ മുഹമ്മദ് SI സുരേഷിനോട് നടന്ന സംഭവം കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ നേരിട്ടുണ്ട്. ഞാനും അതറിഞ്ഞു. അവൻ പറയില്ല കൈമളെ. അതിനുള്ള വഴി ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. എന്റെ പെങ്ങളെ അവസാനമായി ഒന്നുകൂടി കാണണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ഇനി എത്തിയിട്ടില്ല. ഹലോ, അതെ. ഇസ് ഇറ്റ് ഫാക്ട്? ആത്മഹത്യയാണെന്നോ?
ഐ സി. അജി എടുത്തിയാട്ടമാണ് കാണിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യയാണെന്നാണ്. പച്ചക്കള്ളം. അവനവളെ കൊന്നതാണ്. എല്ലാം ദൈവവിധി. ചേട്ടാ, ഞാനും മോളും കൂടി അജി ഒന്ന് പോയി കണ്ടോട്ടെ. വേണ്ട, അതൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മൾ വക്കീലിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അയാൾ വേണ്ടത് ചെയ്തോളൂ. മാത്രമല്ല, എനിക്ക് അയാളിൽ വിശ്വാസമുണ്ട്. എന്ത് കാശ് ചെലവാക്കിയിട്ടാണെങ്കിലും അജിയെ നമുക്ക് രക്ഷിക്കണം. ആ. ഇന്ന് കേസിന്റെ ഹിയറിംഗ് ആണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യയായതാ നമുക്കുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക്. സാർ, അവനവളെ കൊന്നതാണ്. അതിന് നമ്മുടെ കയ്യിൽ എന്തുണ്ട് തെളിവ്? സംഭവ സമയത്ത് അജി ദൃക്സാക്ഷിയായിരുന്നില്ലല്ലോ. അവനത് ചെയ്തു എന്നതിന് മറ്റു സാഹചര്യ തെളിവുകളുമില്ല. ഉണ്ട്. അവന്റെ സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും അവിടെ കിടന്നിരുന്നു. എന്നിട്ട് അത് പോലീസ് എഫ്ഐആറിൽ ഇല്ലല്ലോ. അതും എടുത്തുകൊണ്ടാണ് ഞാൻ അവന്റെ അടുത്ത് പോയത്. പിന്നെ അത് എഫ്ഐആറിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു തെളിവും അത് കാരണം നഷ്ടപ്പെട്ടു. ഡോണ്ട് വറി, ഞാൻ മമ്മദിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. സാർ, സാർ മുഹമ്മദിനെ കാണാനില്ല.